ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു റിവ്യൂ ആണ്. മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്ത ഗോൾ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് രഞ്ജിത്ത് സജീവ്, ദിലീഷ് പോത്തൻ, സിദ്ദിഖ്, സണ്ണി വെയിൻ, ചിന്നു ചാന്ദിനി, അലൻസിയർ എന്നിവരൊക്കെയാണ് സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന സിനിമയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അപ്പം ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്താണ്? ഈ സിനിമയുടെ സ്റ്റോറി എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു IT കമ്പനിയിൽ ഒരു കൊലപാതകം നടക്കുകയാണ്. അപ്പം അടച്ചിട്ട റൂമിലായിരിക്കും കൊലപാതകം നടന്നിട്ടുണ്ടാവുക. അത് കൊലപാതകമാണോ എന്നുള്ള അറിയില്ല. അതാണ് ഈ സിനിമയുടെ ഒരു സ്റ്റോറി എന്നുള്ളത്. അപ്പോൾ അത് അന്വേഷിക്കാൻ വരുന്ന പോലീസുകാർ. അപ്പോൾ വലിയ പിടിപാടുള്ള ഒരാളായിരിക്കും മരിച്ചിട്ടുള്ളത്. അപ്പോൾ ASP ആയിരിക്കും ഈ സിനിമയിൽ അന്വേഷിക്കാൻ വരുന്നത്. നമ്മുടെ നായകനാണ് ASP സന്ദീപാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കൊലപാതകത്തിന് വലിയ മിസ്റ്ററി എന്ത് എന്നുള്ളത് ആണ് ഈ സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ഏകദേശം 2 മണിക്കൂറാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. ഏകദേശം 80% ആ ഒരു ഓഫീസിനുള്ളിലാണ് സിനിമയുടെ കഥ നടക്കുന്നത്. അത് നമ്മളെ വലിയൊരു ബോറടിപ്പിക്കാതെ തന്നെ അത് അവർക്ക് ആ 2 മണിക്കൂർ കൊണ്ടുപോകാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ്. വലിയ ആക്ഷനുകളോ അതുപോലെ തന്നെ മാസ് ഡയലോഗുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സിനിമയിലില്ല. പക്ഷെ ആ തിരക്കഥ നമ്മളെ എൻഗേജ് ചെയ്ത് ഇരുത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സിനിമയിലെ ഒരു വലിയൊരു പോസിറ്റീവ് എന്നുള്ളത്. അത് തന്നെയാണ് സിനിമയിൽ പോസിറ്റീവ്. പിന്നെ ടെക്നിക്കൽ സൈഡുകളും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്ന സംഭവങ്ങളാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ, ഇവരുടെ പെർഫോമൻസുകളായിരിക്കോട്ടെ, എല്ലാവരും അവരുടേതായ റോളുകൾ ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഓവറായിട്ടുമില്ല, മോശമാക്കിയിട്ടുമില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അവരുടെ റോളുകളൊക്കെ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളിയായിരുന്നു, പാട്ട് രസമുണ്ടായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് ടെക്നിക്കൽ സൈഡിൽ എഡിറ്റിംഗ് ആയാലും എന്തായാലും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഒരു തവണ കണ്ടു നോക്കാവുന്ന ആ ഒരു ജേണറിനോട് നീതി പുലർത്തുന്ന, അതായത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ ഡ്രാമ ത്രില്ലർ ആ ഒരു വിഭാഗത്തിൽ ആ ഒരു ജേണറിനോട് നീതി പുലർത്തുന്ന ഒരു സിനിമ തന്നെയാണ് ഗോൾ എന്ന് പറയുന്ന സിനിമ. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നില്ല. ഒരു രണ്ടാമത്തെ പാർട്ടുകളെ ഒരു സ്പേസ് അവിടെ ഒഴിച്ചു വെച്ചിട്ടാണ് സിനിമ നിർത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് കണ്ടു കഴിഞ്ഞാലും അടുത്തൊരു പാർട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. ഈ സിനിമ വിജയിച്ചാൽ മാത്രമേ ആ പാർട്ട് എടുക്കുമെന്ന് അറിയില്ല, ആ പാർട്ട് വരുമെന്ന് അറിയില്ല. പക്ഷെ ആ പാർട്ട് വന്നു കഴിഞ്ഞാലേ അതിനൊരു ഒരു ഫുൾ സ്റ്റോപ്പ് വരുള്ളൂ. ഈ ഒരു സംഭവത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് വരണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ട് വരണം. എന്നാലും സെക്കൻഡ് പാർട്ട് വന്നില്ലെങ്കിലും ഒരു തവണ കണ്ടു നോക്കാവുന്ന നല്ലൊരു ത്രില്ലർ മൂവി തന്നെയാണ് ഈ ഗോൾ എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ കണ്ടു നോക്കുക നിങ്ങൾ. പെർഫോമൻസ് ഒക്കെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കൊച്ചു സിനിമയാണ്. നല്ല ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട്, നല്ല പ്രൊഫഷണൽ ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട് സിനിമ എന്നുള്ളതാണ്. കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. ഒരു 2 മണിക്കൂർ വർത്ത് വാച്ച് തന്നെയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഒരു തവണ കണ്ടു നോക്കാവുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു സിനിമയാണ് ഗോൾ എന്ന് പറഞ്ഞ സിനിമ. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.